This news is brought to you by സോനാങ്കോട്, ചെറുപുഴ, പാടിയൊട്ടിച്ചാൽ, ആലക്കോട് ആൻഡ് വെള്ളരിക്കുണ്ട്. ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ ആഭിമുഖ്യത്തിൽ ആയുർവേദം ആചരിക്കാം, ആരോഗ്യവാനായി ജീവിക്കാം എന്ന സന്ദേശമുയർത്തി ബോധവൽക്കരണ പരിപാടിയും കർക്കിടക ഫെസ്റ്റും സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പരിസരത്ത് നടന്ന ചടങ്ങ് ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലൈസമ്മ പനക്കൽ ഉദ്ഘാടനം ചെയ്തു. കുടുംബശ്രീ CDS ചെയർപേഴ്സൺ സുനിത കുമാരി KV അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ ജിനോ ഗോപാൽ വിഷയത്തിൽ ക്ലാസ് എടുത്തു. ഔഷധക്കഞ്ഞികൾ, ഔഷധക്കൂട്ടുകൾ, നാടൻ ഇലക്കറികളുടെ പ്രദർശനം എന്നിവ പരിപാടിയുടെ പ്രധാന ആകർഷണങ്ങളായിരുന്നു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സതീശൻ കാർത്തികപ്പള്ളി, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രവീൺ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലളിത ബാബു, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലീന വില്യം, വാർഡ് മെമ്പർമാരായ ജോസ് KJ, ജമീല കൊളയത്ത് എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. മെമ്പർ സെക്രട്ടറി ജോസ് സ്വാഗതവും പഞ്ചായത്ത് സെക്രട്ടറി ബിറ്റാജ് തോമസ് നന്ദിയും രേഖപ്പെടുത്തി. സഹോദരിമാര് ഏറെ വിഭവങ്ങളുമായി ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. ഈ തിരക്കേറിയ ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് ആർക്കും സമയമില്ല. ഈ പണ്ട് കാലത്ത് കർമ്മന്മാരും പറയുന്നത് കേട്ടിട്ടുണ്ട്, കർക്കിടക മാസത്തിൽ 10 തരം ഇലക്കറികൾ കറി വെച്ച് നമ്മളെല്ലാവരും കഴിക്കണമെന്ന്. പക്ഷെ ഇന്ന് നമുക്ക് ആർക്കും അതിനൊന്നും സമയമില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് നമുക്കറിയാം, നമ്മൾ പുറമേ നിന്നുള്ള ഭക്ഷണവും ആ രീതികളും ഒക്കെ കടന്നു വന്നതുകൊണ്ട് നമ്മൾ പലർക്കും വിവിധ ശരീരരോഗങ്ങളും ഹൃദ്രോഗങ്ങളും ഒക്കെ കടന്നു കൂടിയിട്ടുണ്ട്. അപ്പം അതിൽ നിന്നെല്ലാം വിഭിന്നമായിട്ട് ഇന്ന് ഈ CDSന്റെ നേതൃത്വത്തിൽ ആരോഗ്യം എങ്ങനെ പരിപാലിക്കാം എന്നുള്ള ഒരു വിഷയത്തെക്കുറിച്ച് നമ്മുടെ ഡോക്ടർ ക്ലാസ് എടുക്കാൻ വേണ്ടി കടന്നു വന്നിട്ടുണ്ട്. ഒന്ന് ഓർത്ത് നോക്കിയാൽ നമ്മുടെ അടുക്കള ശരിക്കും ഒരു ആയുർവേദം തന്നെയാണ്. കാരണം ആ അടുക്കളയിൽ നമുക്കറിയാം കുരുമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും നമ്മുടെ അടുക്കളയിലുണ്ട്. അപ്പോൾ നമ്മുടെ അടുക്കള തന്നെ ഒരു ആയുർവേദ കലാശാലയാണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്നത്തെ ഈ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടണം. ഞങ്ങൾക്ക് 11 മണിക്ക് ബോർഡ് മീറ്റിംഗ് ഉള്ളതാണ്. അതുകൊണ്ട് ഞങ്ങളിത് കഴിയുന്ന പാടെ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകും. കർക്കിടക മാസത്തിലെ പിന്തുടരുന്ന ആരോഗ്യപരമായ ശീലങ്ങളുമെല്ലാം പുതിയ തലമുറയ്ക്കും അത് പരിചയപ്പെടുത്തുന്ന ഏറ്റവും മനോഹരമായ ചടങ്ങാണ് ചെറുപുഴ പഞ്ചായത്തിലെ CDSന്റെ നേതൃത്വത്തിൽ 20ഓളം വാർഡുകളിൽ വിവിധങ്ങളായ ഭക്ഷണ സാധനങ്ങൾ മത്സര അടിസ്ഥാനത്തിലാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ വിശദമായ ക്ലാസ്സും ഡോക്ടർ ജിനോ പലേരിയുടെ നേതൃത്വത്തിലുണ്ട്. ഏതായാലും ഇന്ന് ഭരണസമിതി മീറ്റിങ്ങുള്ളതുകൊണ്ട് ഉച്ചയാകുമ്പോഴത്തേക്കും നമുക്ക് പുറത്ത് ഭക്ഷണമൊന്നും വേണ്ടി വരികയില്ല എന്ന് വിശ്വസിക്കുകയാണ്. ഭൂപ്രകൃതിയും ലോകത്തിൻ്റെ ഭൂപ്രകൃതിക്കനുസരിച്ച് ഏറ്റവും മനോഹരമായ കാലാവസ്ഥ വ്യതിയാനം നടക്കുന്ന സംസ്ഥാനം കേരളമാണെന്ന് പൊതുവെ പറയാറുണ്ട്. കാലാവസ്ഥയുടെ വ്യതിയാനത്തിനനുസരിച്ച് മനോഹരമായിട്ടുള്ള മലയാള മാസങ്ങളും നമുക്കുണ്ട്. അതിൽ കർക്കിടകം എന്ന് പറയുന്ന ആ അവസ്ഥ ഈ ഉള്ളവരൊക്കെ നാട്ടുകാരൊക്കെ ശരിയാണ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ 20 വാർഡുകളിൽ നിന്നായിട്ടുള്ള വിഭവങ്ങൾ ആണ് ഇവിടെ കൊണ്ടുവന്നത്. മത്സരത്തോടു കൂടിയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. തീർച്ചയായിട്ടും നമുക്കറിയാം, ഇപ്പോൾ ഈ കർക്കിടക ഫെസ്റ്റിനെ കുറിച്ചൊന്നും പറഞ്ഞാൽ പുതിയ തലമുറയിൽപ്പെട്ടവർക്കൊന്നും മനസ്സിലാവില്ല. നമുക്കറിയാം, പഴയ കാലത്ത് കർക്കിടക മാസത്തിൽ വിശ്രമ മാസമായിട്ട് ആണ് ആളുകൾ കൊണ്ടാടിക്കൊണ്ടിരുന്നത്. തീർച്ചയായിട്ടും മരുന്ന് കഞ്ഞികളും ഒക്കെ കഴിക്കുന്ന ഒരു മാസമാണ് കർക്കിടക മാസം. കർക്കിടക കഞ്ഞി നമുക്കറിയാം, പഴയ കാലത്ത് അങ്ങാടിക്കടയിലെല്ലാം പോയി ആളുകൾ അങ്ങാടി മരുന്നെല്ലാം മേടിച്ച് കൊണ്ടുവന്ന് വീട്ടിൽ കഞ്ഞി വെച്ച് കുടിക്കുന്നുണ്ട്. പക്ഷെ ഇന്നിപ്പം കർക്കിടക കിറ്റ് നമ്മുടെ എല്ലാ പ്രദേശത്തെ എല്ലാ കടകളിലും ഇപ്പോൾ കർക്കിടക കിറ്റ് വന്നിട്ടുണ്ട്. നമ്മുടെ ആരോഗ്യ മേഖലയെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാനം ഇന്ന് വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഈ സമയത്ത് നമ്മുടെ ജീവിതശൈലി രോഗങ്ങളിൽ വർദ്ധിച്ചു വരുന്ന ഈ സാഹചര്യത്തിൽ കർക്കിടക ഫെസ്റ്റ് ആഘോഷിക്കുന്നതിന് അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. നമ്മുടെ എല്ലാ മേഖലകളിലും പുതിയ തലമുറ തിരക്കേറിയ ജീവിതത്തിൻ്റെ സമയത്ത് അത്യാവശ്യം അവർക്ക് വേണ്ട പ്രകൃതിയിലുള്ള വ്യായാമങ്ങൾ പോലും ചെയ്യാതെ സമയം കിട്ടാതെ വരുന്ന സമയത്ത് ആണ്ടിലൊരിക്കൽ പ്രകൃതിയിലേക്ക് മടങ്ങുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി ഇലക്കറികൾ ഉൾപ്പെടെയുള്ള പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന വിഭവങ്ങൾ ഉൾപ്പെടുത്തി ശരീരത്തിനെ പുഷ്ടിപ്പെടുത്തുക എന്നുള്ള ഒരു ഉദ്ദേശം വെച്ചുകൊണ്ട് നടത്തുന്ന ഇത്തരത്തിലുള്ള മേളകൾ തീർച്ചയായിട്ടും സമൂഹത്തിന് നല്ലൊരു സന്ദേശമാണ് നൽകുന്നത്. വിഭവങ്ങളുമായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഞാനിവിടെ അന്വേഷിച്ചപ്പോൾ
ഒരു വാർഡിൽ നിന്ന് 100 മേലെയുള്ള ഐറ്റംസ് വന്നിട്ടുണ്ട്. ഏകദേശം 150ഓളം വരുന്ന ഐറ്റംസ് വന്ന വാർഡുകളും നമ്മുടെ ഈ കർക്കിടക ഫെസ്റ്റിൽ പങ്കാളികളായിരിക്കുകയാണ്. ഏറെ സന്തോഷവും അഭിമാനവും തോന്നുന്നു. കഴിഞ്ഞ CDS ഭരണസമിതി യോഗത്തിൽ ജില്ലാ മിഷന്റെ നിർദ്ദേശപ്രകാരം 30-ാം തീയതി കണ്ണൂർ ജില്ലയിൽ എല്ലാ പഞ്ചായത്തുകളും നടപ്പിലാക്കണമെന്നുള്ള നിർദ്ദേശം മുന്നോട്ട് വെച്ചപ്പോൾ CDS ചെയർപേഴ്സണോട് അധികം വൈകിപ്പിക്കേണ്ട, ഇന്നിപ്പം കർക്കിടകം 14 നമുക്ക് കർക്കിടക മാസത്തിന്റെ പ്രസക്തിയും നമ്മുടെ ജനകീയനായ നമ്മുടെ പ്രിയപ്പെട്ട ജിനോ ഡോക്ടറിന്റെ ക്ലാസും അത് നമ്മൾ ഉൾക്കൊള്ളണമെങ്കിൽ അത് നേരത്തെ തന്നെ നടത്തണമെന്നുള്ള തീരുമാനമെടുക്കുകയും അത് 30-ാം തീയതി തന്നെ നടത്തുവാൻ തീരുമാനിക്കുകയും വളരെ ഭംഗിയായി ഈ പരിപാടി ഇവിടെ CDS ചെയർപേഴ്സന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിരിക്കുകയാണ്. ഈ കണ്ടന്റുകളും നമ്മളെ എത്രമാത്രം തെറ്റിദ്ധരിപ്പിക്കുന്നു, ഇതിനെല്ലാം തരണം ചെയ്തുകൊണ്ട് ആയുർവേദം ആചരിക്കാം എന്നുള്ളൊരു പേര് തിരഞ്ഞെടുത്ത് തന്നെ വളരെ മനോഹരമാണ്. ആരൊക്കെ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചാലും നമ്മുടെ മനസ്സിൽ നമ്മുടേതായ ചികിത്സാ രീതിക്ക് നമ്മൾ കൊടുക്കുന്ന പ്രാധാന്യമാണ് ആയുർവേദം ആചരിക്കാം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ആചരിക്കാം എന്ന വാക്കിൻ്റെ അർത്ഥം ഉപയോഗിക്കാം അല്ലെങ്കിൽ ശീലമാക്കാം എന്നൊക്കെയാണ്. ആയുർവേദം ശീലമാക്കുന്നത് ആരോഗ്യത്തിന് നല്ലതാണ് എന്നുള്ള തിരിച്ചറിവാണ് ആയുർവേദം ആചരിക്കാമെന്ന ആ പേരിൽ കൂടി നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും ആയുർവേദം ആചരിക്കാമെന്ന ആ ഒരു ഹെഡ്ലൈൻ, ആ ഒരു ടാഗ് ലൈൻ വീണ്ടും വീണ്ടും എടുത്ത് ഉപയോഗിക്കാൻ എന്നെയും അത് പ്രാപ്തനാക്കും. ഞാൻ ആ വാക്ക് 1 വർഷം മുഴുവനായിട്ട് എൻ്റെ സ്റ്റാറ്റസുകളിൽ ഉപയോഗിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ആയുർവേദം ആചരിക്കാം എന്നുള്ളത് സന്തോഷം. തീർച്ചയായും നമുക്ക് ആയുർവേദം ആചരിക്കേണ്ടതാണ്, ആഘോഷിക്കപ്പെടേണ്ടതാണ്. കാരണം 3000 വർഷങ്ങളായിട്ട് നമ്മുടെ രാജ്യത്ത് ഭാരതത്തിൽ നിലനിൽക്കുന്ന ഒരു ചികിത്സാ രീതിയാണ്. നമ്മുടെ ഭാരതത്തിലേക്ക് ഒരുപാട് കടന്നുകയറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം, നമ്മൾ ബ്രിട്ടീഷ് ഭരണകാലത്തായിരുന്നു കുറേ കാലം ഉണ്ടായിരുന്നത്. ഇപ്പൊ ഇന്ത്യയെ നമ്മൾ അടക്കി വെച്ചിരിക്കുന്ന പലരും പുറമെ നിന്ന് കടന്നു വന്നപ്പോൾ അതിനൊപ്പം തന്നെ നമ്മുടെ ചികിത്സാ രീതികളും മാറി മറിഞ്ഞു. അങ്ങനെ മാറി മറിഞ്ഞ് ഇന്ന് ഇവിടെ ഈ 21-ാം നൂറ്റാണ്ടിലെത്തി നിൽക്കുമ്പോൾ മറ്റുള്ള ചികിത്സാ രീതികളൊക്കെ, പ്രത്യേകിച്ച് അത്യാധുനികമായ ചികിത്സാ രീതികളൊക്കെ ഒരുപാട് മുന്നേറിയപ്പോൾ നമ്മളിപ്പോഴും കിതച്ചുകൊണ്ട് നിൽക്കുന്നത് ഇതിനെക്കുറിച്ച് സമൂഹത്തിനുള്ള ഒരു ധാരണക്കുറവെന്നുകൊണ്ട് മാത്രമാണ് കാരണം. ഞാനങ്ങനെ വിമുഖത കാണിക്കുന്നു എന്ന് പറയാൻ കാരണം എൻ്റെ എക്സ്പീരിയൻസ് ആണ്. കാരണം ഞാൻ 19 വർഷമായി ചെറുപുഴയിൽ നിങ്ങളോടൊപ്പം തന്നെ ചെറുപുഴയിൽ എൻ്റെ ക്ലിനിക്കിൽ ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. 19 വർഷത്തിനിടയിൽ വന്ന മാറ്റങ്ങളെ കുറിച്ചിട്ട് കൃത്യമായിട്ട് അറിയുന്നത് കൊണ്ടാണ് ഞാനിങ്ങനെ സംസാരിക്കുന്നത്. ഒരു രോഗം ഒരു തുടക്കത്തിൽ വന്നു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു രോഗം നമ്മുടെ അറിവില്ലായ്മ കൊണ്ട് നമ്മൾ പല മാർഗങ്ങൾ സ്വീകരിച്ചിട്ട് അവസാനം ഒരു വഴിയും കാണാതിരിക്കുമ്പോൾ അവസാനം തിരഞ്ഞെടുക്കുന്ന ഒരു ചികിത്സാ രീതിയായി മാറിയിട്ടുണ്ട് അടുത്ത കാലത്തായിട്ട് ആയുർവേദം. അങ്ങനെ വൈകിയെടുക്കേണ്ട ഒന്നാണോ ആയുർവേദം എന്നുള്ളതൊരു ചർച്ചാ വിഷയമാണ്. ആ രോഗത്തിൻ്റെ ആരംഭഘട്ടത്തിൽ ചികിത്സിച്ചിരുന്നെങ്കിൽ വളരെ എളുപ്പത്തിൽ മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു രോഗത്തെ വളരെ വൈകി വന്ന് ചികിത്സിക്കുമ്പോൾ ഒരാഴ്ച കൊണ്ടോ 2 ആഴ്ച കൊണ്ടോ മാറ്റിയെടുക്കാൻ ഏതൊരു രോഗവും സാധ്യമല്ല. പക്ഷേ രോഗിക്ക് ക്ഷമയുണ്ടാവുന്നില്ല. തുടക്കത്തിൽ വന്നിരുന്നെങ്കിൽ ക്ഷമയില്ലാതെ തന്നെ മാറ്റാൻ പറ്റുന്ന ഒരു കാര്യം വൈകി വന്ന് ചികിത്സിക്കുമ്പോൾ വളരെ ക്ഷമയോടുകൂടി മാത്രം ചികിത്സിച്ചാലേ മാറുകയുള്ളൂ എന്ന യാഥാർത്ഥ്യം നിങ്ങളും കൂടി മനസ്സിലാക്കേണ്ടതാണ്. ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ. മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചിയറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണ്ണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി. സ്വർണ്ണ വ്യാപാര രംഗത്ത് 25 വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം. നവീന രീതിയിലുള്ള ഡിസൈനുകൾ, വിപുലമായ ശേഖരം, വിശ്വസ്തത. മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം. സോനാങ്കോട്, ചെറുപുഴ, പാടിയൊട്ടിച്ചാൽ, ആലക്കോട് ആൻഡ് വെള്ളരിക്കുണ്ട്.